ഒരു പാവം ലഡു ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുന്നു. ആന്ധ്രയിലാണ് ലഡു പൊട്ടിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ അടിക്കാനുള്ള വടിയായാണ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു ലഡുവിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയത്. ലഡുവിൽ മൃഗക്കൊഴുപ്പുണ്ടോ എന്ന വിവാദമാണ് കത്തിക്കയറുന്നത്. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് തിരുപ്പതി ക്ഷേത്രത്തിൽ ലഡു തയ്യാറാക്കാൻ മൃഗക്കൊഴുപ്പും മറ്റും ഉപയോഗിച്ചെന്നാണ് നായിഡുവിൻ്റെ ആരോപണം. എന്തായാലും ഒരു പാവം ലഡു രാഷ്ട്രീയ ആയുധമായി മാറിയതിൻ്റെ സങ്കടത്തിലാണ് ഭക്തർ. നായിഡുവിൻ്റെ ആരോപണങ്ങളെ YSR കോൺഗ്രസ് നിഷേധിച്ചു. എങ്കിലും വിവാദം ആന്ധ്രയിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. വെറുമൊരു ലഡു അല്ല തിരുപ്പതിയിലേത്, അതിന് വലിയൊരു പാരമ്പര്യമുണ്ട്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദങ്ങളിലൊന്നാണ് ലഡു. 300 വർഷത്തിലേറെയായി ക്ഷേത്രത്തിൽ ഇത് വിതരണം ചെയ്യുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1715 ഓഗസ്റ്റ് 2-ാം തീയതി മുതലാണ് പ്രസാദമായി ക്ഷേത്രത്തിൽ ലഡു വിതരണം ചെയ്തു തുടങ്ങിയത്. പ്രത്യേകം തയ്യാറാക്കിയ അടുക്കളയിൽ വെച്ചാണ് ഈ ലഡു പാകം ചെയ്യുന്നത്. ലഡു തയ്യാറാക്കുന്ന ഇടത്തെ ലഡു പോട്ട് എന്നാണ് വിളിക്കുന്നത്. പരമ്പരാഗതമായി ഒരു സമുദായത്തിൽപ്പെട്ടവരാണ് ലഡു നിർമ്മിക്കുന്നത്. നിർമ്മാണ വേളയിൽ ലഡു തയ്യാറാക്കുന്ന പാചകക്കാർ തങ്ങളുടെ തല മൊട്ടയടിക്കുകയും വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യും. ഏകദേശം 600-ലധികം പേരാണ് ലഡു നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 150 സ്ഥിരം ജീവനക്കാരും 350-ൽ പരം കരാർ ജീവനക്കാരുമാണ് ലഡു നിർമ്മിക്കുന്നത്. ശരാശരി 2.8 ലക്ഷം ലഡു ഒരു ദിവസം ഉണ്ടാക്കുന്നുണ്ട്. 3 വ്യത്യസ്ത തരത്തിലും വലിപ്പത്തിലുമുള്ള തിരുപ്പതി ലഡുക്കളാണ് നിലവിൽ വിതരണം ചെയ്യുന്നത്. പ്രോക്തം ലഡു, ആസ്ഥാനം ലഡു, കല്യാണോത്സവം ലഡു എന്നിവയാണവ. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് വിതരണം ചെയ്യുന്നതാണ് പ്രോക്തം ലഡു. പ്രത്യേക ആഘോഷ ദിനങ്ങളിൽ മാത്രം നിർമ്മിക്കുന്ന ലഡുവാണ് ആസ്ഥാനം ലഡു. ബദാം, കുങ്കുമപ്പൂവ് എന്നിവയും ഇതിൽ ചേരുവയായി ഉപയോഗിക്കാറുണ്ട്. കല്യാണോത്സവത്തിനും മറ്റും പങ്കെടുക്കുന്ന ഭക്തർക്ക് വിതരണം ചെയ്യുന്നതാണ് കല്യാണോത്സവ ലഡു. ഇത് വളരെ കുറച്ച് മാത്രമാണ് ഉണ്ടാക്കാറുള്ളത്. ഒരിക്കൽ നിർമ്മിച്ച ലഡു പാക്ക് ചെയ്ത് 15 ദിവസം വരെ സൂക്ഷിക്കാനാവും. ഉണ്ടാക്കുന്ന ലഡുവിലെ ഓരോ ബാച്ചിലെയും ആദ്യ ലഡു വെങ്കടേശ്വരന് സമർപ്പിക്കും. ക്ഷേത്രത്തിലെത്തുന്ന സന്ദർശകർക്ക് ഒരു ലഡു സൗജന്യമായി ലഭിക്കും. കൂടുതലായി വാങ്ങാൻ 50 രൂപയാണ് നൽകേണ്ടത്. 2009-ൽ തിരുപ്പതി ലഡുവിന് പേറ്റന്റ് ലഭിച്ചു. 2017-ൽ തിരുപ്പതി ലഡുവിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു തപാൽ സ്റ്റാമ്പും പുറത്തിറക്കിയിരുന്നു. 300 വർഷത്തിലേറെ പാരമ്പര്യത്തിൽ 6 തവണ ചേരുവകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നെയ്യ്, കടലമാവ്, കശുവണ്ടി, ഏലം, പഞ്ചസാര, ഉണക്കമുന്തിരി എന്നിവയാണ് പ്രധാന ചേരുവകൾ. പ്രതിദിനം ഏതാണ്ട് 500 ലിറ്റർ വരെ നെയ്യ് ലഡു നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ 10 ടൺ കടലമാവ്, 10 ടൺ പഞ്ചസാര, 700 കിലോ കശുവണ്ടി, 150 കിലോ ഏലം എന്നിവയും ലഡുവിനായി ഉപയോഗിക്കുന്നുണ്ട്. ഓരോ 6 മാസത്തിലും ലഡു നിർമ്മിക്കാൻ ആവശ്യമായ നെയ്യ് ലഭിക്കുന്നുണ്ടെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. പ്രതിവർഷം ഏകദേശം 5 ലക്ഷം കിലോഗ്രാം നെയ്യാണ് ഉപയോഗിക്കുന്നത്. ലേലത്തിലൂടെയാണ് ലഡു നിർമ്മാണത്തിനാവശ്യമായ നെയ്യ് വാങ്ങുന്നത്. ക്ഷേത്രത്തിൽ തയ്യാറാക്കുന്ന ഓരോ ബാച്ച് ലഡുവിൻ്റെയും ഗുണനിലവാരം അത്യാധുനിക ഭക്ഷ്യ പരിശോധനാ ലബോറട്ടറിയിൽ വെച്ച് ഉറപ്പാക്കുന്നുണ്ട്. ഒപ്പം ലഡുവിൻ്റെ സാമ്പിളുകൾ കൂടുതൽ പരിശോധനയ്ക്കായി ഹൈദരാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനിലേക്ക് അയക്കാറുമുണ്ട്. ജൂൺ 4-ന് ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലെത്തിയതിന് പിന്നാലെയാണ് ചന്ദ്രബാബു നായിഡു തിരുപ്പതി തിരുമല ദേവസ്ഥാനത്തിന് പുതിയ എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ചത്. തുടർന്ന് ക്ഷേത്രത്തിലെ നെയ്യ് വിവിധ പരിശോധനയ്ക്കായി അയച്ചു. 2ാം ഘട്ട ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് YSR കോൺഗ്രസ് ഭരണകാലത്ത് ലഡുവിൽ മൃഗക്കൊഴുപ്പ് അടക്കമുള്ള നിലവാരമില്ലാത്ത വസ്തുക്കൾ ഉൾപ്പെട്ടു എന്ന ആരോപണവുമായി ചന്ദ്രബാബു നായിഡു എത്തിയത്.